ഹലോ. അപ്പോൾ നമുക്ക് ബൊക്കയിലൊക്കെ വെക്കുന്ന ഇതുപോലത്തെ ലില്ലി ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നമ്മുടെ പണിയായുധങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഇത്രയൊക്കെ ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. കുറച്ച് കളേഴ്സ് യാൻസ് കൂടി വേണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയിൻ 25 ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വൈറ്റ് കളറിലെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ പെറ്റലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 25 ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാവേ. ഇതിപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് ബൊക്കയിലും അതല്ലാതെ നമുക്ക് ഫ്ലവേഴ്സിലൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ലില്ലി ഫ്ലവറാണ്. ഇനി നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് സിംഗിൾ ക്രോഷ്യ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാവേ. നമ്മളിപ്പോൾ പിൻട്രസ്റ്റ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒരുപാട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നോക്കി ചെയ്യാവേ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 14 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാവേ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇതുപോലെയുള്ള ക്രോഷ്യ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും പറയണേ. അപ്പോൾ നമ്മൾ 14 DC ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3 ഹാഫ് DC ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ലില്ലി ഫ്ലവറാണ്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ പല കളറിൽ ബൊക്കെ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക ഫ്ലവേഴ്സിലൊക്കെ വെക്കാനായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനും കൂടിയാണ്. അതിനുശേഷം നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ ടുഗെദർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുള്ള് ചെയ്തു, ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3 സിംഗിൾ ക്രോഷ്യ ടുഗെദർ ചെയ്ത് ടേൺ ചെയ്തു. അതിനുശേഷം നമുക്ക് വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാവേ. 3 സിംഗിൾ ക്രോഷ്യ ടുഗെദർ ചെയ്യാമെന്ന് പറഞ്ഞാൽ സെയിം സ്പേസിൽ തന്നെ 3 സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്ത് കൊടുത്തതാണ്. ഇനി ഇതുപോലെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും 3 ഹാഫ് DC ചെയ്ത് കൊടുക്കാവേ. ഇനി നമുക്ക് 14 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത്. 14 എണ്ണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 ഹാഫ് DC ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ പെറ്റലിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്യാവശ്യം വലിയ പെറ്റൽസാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അങ്ങനെ നമ്മൾ പെറ്റൽ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു കമ്പി എടുക്കാവേ. ഇത് ഞാൻ പണ്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ നാട്ടിലത്തെ കടയിൽ നിന്ന് മേടിച്ച കമ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് സിൽവർ കളറിലും കിട്ടും. സിൽവർ കളറാണ് കുറച്ചും കൂടി ഭംഗിയുള്ളത് കാണാനായിട്ട്. അതായത് കാണത്തില്ല ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ. ഇതിപ്പോൾ കുറച്ച് വിസിബിളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റം ഇങ്ങനെ പുറത്തോട്ട് വന്ന രീതിയിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസാണ് ചെയ്യേണ്ടത്. അതായത് സെയിം സ്പേസിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് 2 ചെയിനിലായിട്ട് 4 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാനുണ്ട് ഇവിടെ. ഈ കമ്പി ഇങ്ങനെ വെച്ച് ഇന്ന് ചെയ്യുമ്പോൾ കുറച്ച് ടഫാണ് കേട്ടോ. ടഫ് ഇൻ ദ സെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കണ കൊണ്ടിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് കിട്ടാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനി നമുക്ക് 2 ഹാഫ് DC ചെയ്തെടുക്കാവേ. ഒരു സൈഡ് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. കാര്യം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകുന്ന കൊണ്ടിട്ടുള്ള പ്രശ്നമാണ്. ഒരു സൈഡ് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ കമ്പി കുറച്ച് സ്റ്റിഫാവും കേട്ടോ. ഇനി നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 11 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ഇൻക്രീസിങ് ആണ് ചെയ്യേണ്ടത്. അതായത് 11 സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യണം. മൊത്തം നമുക്കപ്പോൾ 22 ഡബിൾ ക്രോഷ്യ കിട്ടും. അതായത് 11 + 11 22 ഡബിൾ ക്രോഷ്യ കിട്ടുമേ മൊത്തത്തിൽ.
അപ്പോൾ അങ്ങനെ ഇൻക്രീസിങ് ചെയ്തെടുക്കാം കേട്ടോ. ഇൻക്രീസിങ് സ്റ്റിച്ച് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതായത് ഒരു ചെയിനിൽ ഒരേ സെയിം ചെയിനിൽ തന്നെ നമ്മൾ 2 വട്ടം ചെയ്യുന്നത്. ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ ഡബിൾ ക്രോഷ്യ ആണെങ്കിൽ എന്താണെങ്കിലും 2 വട്ടം ചെയ്യുന്നതാണ് ഇൻക്രീസിങ് സ്റ്റിച്ച്. ഇനി നമുക്ക് ഹാഫ് ഡി സിയുടെ ഇൻക്രീസിങ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 4 ചെയിനിലായിട്ടാണ് ഹാഫ് ഡി സി നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 8 എണ്ണം കിട്ടുവേ. ഇത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഡൗട്ടും വരരുത് എന്നുള്ള രീതിയിൽ തന്നെ സ്ലോ ആക്കി, കുറേ ഭാഗങ്ങളൊന്നും സ്പീഡൊന്നും ആക്കാതെ നല്ല സ്ലോയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 4 ഹാഫ് ഡി സി ഫിനിഷ് ചെയ്യാം കേട്ടോ. നാല് ഹാഫ് ഡി സി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്തെടുക്കാവേ. ഈ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസും കൂടി ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒരു സൈഡ് തീരും കേട്ടോ. നമുക്ക് ഫ്ലവർ പെറ്റലിൻ്റെ ഒരു സൈഡ് തീരുവേ. ഇനി നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ എക്സ്ട്രാ ചെയ്തെടുക്കാവേ. അതിനുശേഷം നമുക്ക് 3 ചെയിൻ മുകളിലോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്ലവറിൻ്റെ അറ്റമാണ് ഇത്. അപ്പോൾ 3 ചെയിൻ ചെയ്തിട്ട് ആദ്യത്തെ ചെയിനിൽ ഇതുപോലെ നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത ചെയിനിൽ നമുക്ക് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ ഫ്ലവറിൻ്റെ ആ കോർണർ പോർഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയാണ് അടുത്ത സൈഡ് ചെയ്ത് തുടങ്ങുന്നത്. അടുത്ത സൈഡിലോട്ട് നമുക്ക് 3 സിംഗിൾ ക്രോഷ്യയുടെ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ടോട്ടൽ 6 എണ്ണം കിട്ടും കേട്ടോ. 6 സിംഗിൾ ക്രോഷ്യ കിട്ടുക. ഇനി നമുക്ക് 4 ഹാഫ് ഡി സിയുടെ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാവേ. ഈ കമ്പി ഇങ്ങനെ വെക്കുന്നത് ഫ്ലവറിന് കുറച്ചും കൂടി ഷേപ്പ് കിട്ടാനായിട്ടാണ്. കറക്റ്റ് ഷേപ്പിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഫ്ലെക്സിബിൾ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഷേപ്പിൽ ഇതിനെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതുപോലൊരു വയർ വെച്ചിട്ട് ചെയ്യണത് കേട്ടോ. വയർ വെച്ചിട്ട് ഇത് കുറച്ചും കൂടി സ്റ്റിഫായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക്. നിങ്ങളുടെ കയ്യിൽ ഈ കമ്പി ഇല്ലെങ്കിലും കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും വയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കമ്പി മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് നമുക്ക് 11 ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെറ്റൽ ചെയ്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇതുപോലെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ഹാഫ് ഡി സി ആണ് ചെയ്യേണ്ടത്. ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. 2 ഹാഫ് ഡി സിക്ക് പകരം ഞാൻ ഒരു ഹാഫ് ഡി സിയും ഒരു ഡബിൾ ക്രോഷ്യ എങ്ങാണ്ടുമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ കൃത്യമായിട്ട്. എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മാറിപ്പോയ കേസ്. ഇനി നമുക്ക് സിംഗിൾ ക്രോഷ്യയുടെ 2 ഇൻക്രീസിങ് കൂടി ചെയ്ത് കൊടുക്കാവേ.
പക്ഷെ അങ്ങനെ ഞാൻ ചെയ്തതുപോലെ ചെയ്തെന്ന് വെച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയതാണേ. അപ്പം നമുക്ക് സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്ത് ഇനി നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു വയറുണ്ടല്ലോ അത് നന്നായിട്ട് വലിച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പൊക്കെ ആക്കിയെടുക്കാം. ഇനി നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വർക്ക് ഫിനിഷ് ചെയ്യാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റലിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഇതിങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫ്രിൽസ് പോലെ വരും, ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം. ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ബാക്കി വന്ന യാണുണ്ടല്ലോ ഇതും ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഈ വയറിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് വീണ്ടും ട്വിസ്റ്റ് ചെയ്യാം. ആ യാണൊന്ന് നന്നായിട്ട് സെക്യൂർ ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വയറിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ യാണ് നന്നായിട്ട് സെക്യൂർ ആയിട്ടിരിക്കും കേട്ടോ. ഇത് വൃത്തിക്ക് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല, നമ്മളിത് കവർ ചെയ്യുവേ. അപ്പോൾ ഇതുപോലെ നമുക്ക് 6 പെറ്റൽസ് വേണം കേട്ടോ. ഞാനിവിടെ 6 പെറ്റൽസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇങ്ങനെ അറേഞ്ച്ഡായിട്ട് നല്ല തിക്കായിട്ട് അറേഞ്ച് ചെയ്ത പെറ്റൽസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ എടുക്കാവേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ പൂവിൻ്റെ ഉള്ളിലുള്ളൊരു സാധനമില്ലേ, പൂമ്പൊടി പോലത്തെ ആന്തർ എന്ന് പറയും, അത് ചെയ്യാം കേട്ടോ. അത് ചെയ്യാനായിട്ട് ചെയിൻ 5 ചെയ്ത് കൊടുക്കാവേ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ സാധനമാണേ അത്. ചെയിൻ 5 ചെയ്തിട്ട് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ചെയിനിലും 4 ചെയിനിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പൂവിൻ്റെ ഉള്ളിലത്തെ പൂമ്പൊടി എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമാണിത്. അതുപോലെ 4 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് യാണ് കട്ട് ചെയ്യാവേ. ഇനി ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെ നമുക്ക് ആ വയറുണ്ടല്ലോ, വയറ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 2 ചെയിനിൽ കൂടി ഉള്ളിൽ കൂടി എടുത്തിട്ട് വയർ ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ മറ്റേ പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഈ പരിപാടി നടക്കും. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൈവച്ചൊക്കെ തന്നെയാണ് ഇത് സെറ്റാക്കിയത്. അതുകൊണ്ട് അത്ര നല്ല ഫിനിഷിങ്ങിൽ ഇത് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രീൻ കളറിലെ യാണ് എടുത്തിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇതുപോലെ ചുറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഫ്ലവറിൻ്റെ യാണ് സെക്യൂർ ചെയ്ത പോലെ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്തെടുക്കാവേ. ഇതും ഭയങ്കര വൃത്തിക്ക് ആ ബ്രൗൺ യാൺ കാണാത്ത രീതിയിലൊന്നും ചുറ്റണമെന്നില്ല. ഇതും കവറപ്പായി പോകുന്ന സാധനമാണ്, എന്നാലും ഒരു നല്ല രീതിയിൽ ചുറ്റിയെടുക്കാം, കുഴപ്പമില്ല. അപ്പം എൻ്റെത് അത്ര ഫിനിഷിങ് വന്നിട്ടില്ല, കാര്യം എൻ്റെ കയ്യിൽ അത് ട്വിസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്ലെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈവച്ച് ചെയ്തുകൊണ്ടിട്ട് ഷേപ്പിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്തെടുക്കാവേ. ഇതുപോലത്തെ ഒരു 5-6 എണ്ണം നമുക്ക് വേണം കേട്ടോ. പല സൈസിലാണ് എടുത്തേക്കുന്നത്, അതായത് ലെങ്ത്തിൽ വ്യത്യാസമുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് ചെയ്തെടുക്കാം. ലീഫ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഗ്രീൻ കളർ യാൺ എടുത്തിട്ട് നമുക്ക് 35 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. 35 ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് വയർ നേരത്തെ കണ്ടില്ല, ആ വയർ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അറ്റാച്ച് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണേ. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്ന് സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഫിനിഷ് ചെയ്തതിന് ശേഷം 3 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇതുപോലെ 3 ഹാഫ് ഡബിൾ ക്രോഷ്യ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് 25 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തെടുക്കണം കേട്ടോ. എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വയറേഴ്സ് ചെയ്യുമ്പോൾ ഒരു സൈഡ് ചെയ്യാനായിട്ടാണ് ബുദ്ധിമുട്ട്, അടുത്ത സൈഡ് വരുമ്പോഴത്തേക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇതുപോലെ 25 ഹാഫ് ഡി സി, ഇതുപോലെ 25 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഹാഫ് ഡി സി ചെയ്തെടുക്കാവേ. രണ്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പെറ്റലിൻ്റെ അവസാനം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പി ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാവേ. ഇങ്ങനെ നന്നായിട്ട് ടേൺ ചെയ്തൊന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അപ്പുറത്തെ റൗണ്ട് ചെയ്യാം. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്ലവറിൽ ചെയ്ത പോലെ തന്നെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആദ്യത്തെ ചെയിനിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇത് ആ ഒരു കോർണർ ഒന്ന് റെഡി ആവാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ 2 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. 25 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഞാനത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ 3 ഹാഫ് ഡി സിയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ ലീഫ് ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാവേ. യാണൊക്കെ കട്ട് ചെയ്യാം. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ പെറ്റൽസിൽ നമുക്കിതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് നന്നായിട്ട് സെക്യൂർ ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ പെറ്റൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ചെയ്യാം, ഞാൻ 1 എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതുപോലൊരു വയറിൽ, ഇത് ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കട്ടിയുള്ളൊരു വയറാണ്. ഒരു വടി പോലത്തെ ഒരു കമ്പിയാണ്. എനിക്കിതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരെണ്ണത്തിൽ നമുക്കിതുപോലെ ചുറ്റി എടുക്കാവേ. ഇതുപോലെ പല ലെങ്ത്തിൽ വെച്ചിട്ട് നമുക്കിതുപോലെ കൃത്യമായിട്ട് ചുറ്റി ഇതുപോലെ എടുക്കാം കേട്ടോ. ഇങ്ങനെ ഇത് നിങ്ങളുടെ കയ്യിൽ മറ്റേ ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ കൊടുക്കാവേ. എൻ്റെ കയ്യിൽ ഗ്ലൂ ഗണ്ണൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് പെറ്റൽസും ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഓരോ പെറ്റൽസും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവേ. ഓരോന്നായിട്ട് കൃത്യമായിട്ട് നമുക്കിതുപോലെ വെച്ച് ചേർക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. ഞാനപ്പോൾ ഒരു ഫ്ലവർ സീരീസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിനി വേറെ ഏതെങ്കിലും ഫ്ലവർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതും പറയണേ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. താങ്ക്